നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തത് ചിലർക്കൊക്കെ അത്ര കൊണ്ട് സൂക്ഷിച്ചിട്ടില്ല. പൊട്ടുന്നുണ്ട് ചിലർക്കൊക്കെ. ഞാൻ പറഞ്ഞിരുന്നത് ഹിജാബ് വിവാദത്തെ കുറിച്ചാണ്. ഒരു സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് പോയപ്പോൾ ഹിജാബ് ധരിക്കാൻ പറ്റില്ല, അത് യൂണിഫോമിന്, ഇവിടുത്തെ സ്കൂൾ യൂണിഫോമിന് പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വിഷയം ഉണ്ടായിരുന്നോ, പിന്നെ അത് സംബന്ധിച്ചിട്ട് വേറെ ആരൊക്കെ എന്തൊക്കെയോ കുറെ വിഷയങ്ങൾ ഉണ്ടാക്കി സ്കൂൾ 2 ദിവസം അടച്ചിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാദം വന്നിരുന്നു. അതിൽ ഞാൻ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുകൂടി ക്ലാരിറ്റി വേണം എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ആ വീഡിയോകൾക്ക് താഴെ വന്നിട്ടുള്ള തെറി കമന്റുകൾ ബോധമില്ലാത്ത ചിലരുടെ, എന്താ പറയാ, ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ചിലരുടെ ആക്രോശങ്ങളായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നമുക്ക് ആ വിഷയം ഒന്ന് പറയാം. അതായത് ഞാൻ പറഞ്ഞത് പൊതുവിദ്യാലയങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അധ്യാപകർ ജോലി ചെയ്യുന്ന സ്കൂളുകൾ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അൺഎയ്ഡഡ് സ്കൂളുകളുടെ കാര്യമല്ല. അതായത് അവിടെ കുട്ടികളിൽ നിന്ന് ഫീസ് വാങ്ങി അല്ലെങ്കിൽ ഡൊണേഷൻ വാങ്ങി അഡ്മിഷൻ എടുത്ത് അവരുടെ ഫീസ് വാങ്ങി അതിൽ നിന്ന് ശമ്പളവും കൊടുത്ത് ലാഭമോ നഷ്ടമോ എങ്ങനെയായാലും നടത്തിക്കൊണ്ടു പോകുന്ന കുറെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അത് മതസ്ഥാപനങ്ങളുണ്ട്, മതേതര സ്ഥാപനങ്ങളുണ്ട്, രണ്ടുമുണ്ട്. ആ സ്ഥാപനങ്ങളിൽ ഏത് തരം യൂണിഫോം വേണം, ഏത് ഡ്രസ്സ് ധരിക്കണം, ഡ്രസ്സ് ധരിക്കാതെ വരണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതിന് യോജിക്കുന്ന രീതിയിലുള്ളവർ അവർ പൊയ്ക്കോളും. അവർക്ക് തീട്ടൂരം എഴുതി വെക്കാം, എല്ലാം ചെയ്യാം. അതനുസരിച്ചിട്ട് അവർ പഠിച്ചാൽ മതി, യൂണിഫോമിന്റെ കാര്യം തീരുമാനിക്കാം. എന്നാൽ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അധ്യാപകരുള്ള സ്കൂളുകളിൽ ആ പണി നടക്കില്ല. അതാണ് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞത്. അത് സ്വകാര്യ സ്കൂളിന്, ക്രിസ്ത്യൻ സ്കൂളായാലും മുസ്ലിം സ്കൂളായാലും ഏത് സ്കൂളായാലും അത് തന്നെ. അവിടെ മറ്റു മതസ്ഥർക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കേണ്ടി വരും, അവർ പഠിക്കേണ്ടി വരും. അല്ലാതെ നിയമാവലി എഴുതിയിട്ട് ഇവിടെ ഈ യൂണിഫോം തന്നെ ഇടണമെന്ന് വാശി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. യൂണിഫോമിന്റെ കാര്യത്തിൽ നമുക്ക് വാശി പിടിക്കാം, പക്ഷേ അതിനനുബന്ധ മതപരമായിട്ടുള്ള ചില അടയാളങ്ങളുണ്ട്. അവരുടെ അഭിമാനത്തിന്റെ ചിഹ്നങ്ങളാണത്. മുസ്ലിങ്ങൾ മാത്രമല്ല, അത് കേരളത്തിൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ 3 വിഭാഗങ്ങൾ മാത്രമേ പ്രബലമായി ഉള്ളൂ എന്നതുകൊണ്ടാണ് ഇവിടെ മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരാണല്ലോ തട്ടം മസ്റ്റായിട്ട്, അതായത് മഫ്ത, അതല്ലെങ്കിൽ പിന്നെ ഹിജാബ് പെൺകുട്ടികൾ സ്ഥിരമായി ധരിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ സാധാരണ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാകുന്നത് ഷാളിന്റെ നിറം, ഈ പെൺകുട്ടികളെ തോളത്ത് ഷാളിടും, ആ ഷാളിന്റെ നിറം ആ ഹിജാബിന് കൊടുക്കും. ഹിജാബ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നത്, ഈ കാണുന്നതാണ് ഹിജാബ്, ഇതാണ്. അല്ലാതെ മുഖം മൊത്തം മറച്ചിട്ട് ഈ കാണുന്നത് പോലെ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കൊണ്ടുപോകുന്ന സാധനമല്ല. ഇതിനെ ബുർക്ക എന്നാണ് പറയുക. ഇത് ഒരു സ്കൂളിലും ഒരു സ്ഥലത്തും അനുവദിക്കേണ്ട എന്നുള്ളതാണ് എന്റെ നിലപാട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വേണമെന്നുണ്ടെങ്കിൽ തല മറയ്ക്കേ, നീ എന്തെങ്കിലും മറയ്ക്കാതിരിക്കുക, എന്തുകൊണ്ടെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല. അത് പൊതുശല്യമാകാതിരുന്നാൽ മതി, പൊതുജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകാൻ ഞാൻ മതി. പക്ഷെ ഈ പൊതു സ്കൂളുകൾ അങ്ങനെയല്ല. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അധ്യാപകരുള്ള സ്കൂളുകൾ, അതായത് സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ, ആ എയ്ഡഡ് സ്കൂളുകളിൽ അത് പൊതുവിദ്യാലയമാണെന്ന് കണക്കാക്കിക്കൊണ്ട് അവിടെ യൂണിഫോം അവർക്ക് നിശ്ചയിക്കാം. പക്ഷെ ആ യൂണിഫോമിൽ വിവിധ മതസ്ഥരായ കുട്ടികളോട് പഠിക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള യൂണിഫോം ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഒരു സിഖുകാരൻ അവിടെ ഉണ്ട്, പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവന്റെ ഒരു തലയെക്കെട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തൊപ്പി പോലൊരു സാധനം ഉണ്ടാവും. അത് അവന്റെ യൂണിഫോമിറ്റിയാണ്. ആ യൂണിഫോമിൽ അവന്റെ പാന്റിന്റെയോ ഷർട്ടിന്റെയോ ഏതെങ്കിലും ഒരു കളർ പതിച്ചു കൊടുക്കണം. അയാൾ ആ കളറുള്ള തൊപ്പി ധരിച്ചു വരും. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തൊരു മുസ്ലിം പെണ്ണ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തലയിലെ തട്ടം അഥവാ മഫ്ത, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഹിജാബ് എന്ന് പറയുന്ന മുഖം വ്യക്തമായി പുറത്ത് കാണാൻ കഴിയുന്ന, തലമുടി മാത്രം മറയുന്ന ആ വസ്ത്രം, അത് അവളുടെ എത്രയോ കുട്ടികൾ തോളത്ത് ഷാൾ ഇടുന്നുണ്ട്. അപ്പൊ ആ ഷാള് ഒന്ന് തലയിൽ ചുറ്റിയിട്ടോളും, അല്ലെങ്കിൽ ആ നിറത്തിലുള്ള ഒരു മഫ്ത ഇട്ടോളും. അതിനിപ്പോ എന്താ കുരുപൊട്ടേണ്ട ആവശ്യം? അതായത് ഇവിടെ സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളിലോ പഠിക്കുമ്പോൾ നിരീശ്വരവാദി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൽ വിശ്വസിക്കരുത്, ഒരു ആചാരവും നടപ്പിലാക്കരുത് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇതെല്ലാം സംരക്ഷിക്കുന്ന സ്ഥലമാണ്, ഇതെല്ലാം സംരക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് വിദ്യാലയങ്ങൾ. അല്ലാതെ അവിടെ ഇതെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് എല്ലാം ഒരേ ഡ്രസ്സിൽ നടക്കണമെന്ന് പറയുന്നതല്ല എന്ന് പറയുന്നത്. ഇവിടെ ഡ്രസ് കോഡിന്റെ കാര്യം മുമ്പ് പറയുന്നുണ്ട്, ജെൻഡർ ഈക്വാലിറ്റിന്റെ കാര്യം കുറെ കാലം എങ്ങനെയായിരുന്നു, സകല പെണ്ണുങ്ങളും പാന്റ് ഷർട്ട് ഇടണമെന്ന് പറഞ്ഞു. അതുപോലെ ആയിപ്പോയി ഇത്. ചില സ്കൂളുകളിൽ ഒരു പക്ഷേ പർദ്ദ ഇട്ടുകൊണ്ട് പോകും, അത് അൺഎയ്ഡഡ് സ്കൂളായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള വിദ്യാലയങ്ങളായിരിക്കും. അവരവരുടെ പഠനം നടത്തട്ടെ, നമ്മൾ തീർക്കേണ്ട ആവശ്യമില്ല. അത് പൊതുവിദ്യാലയം എന്ന് പറയാൻ പോല, അതവരുടെ സ്വകാര്യ വിദ്യാലയമാണ്. ആ സ്വകാര്യ വിദ്യാലയത്തിൽ അവർ എന്തുകൊണ്ടാണ് പഠിപ്പിച്ചോട്ടെ, അതൊരു വിഷയമാക്കേണ്ടതില്ല. അത് ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും ഏതായാലും. പക്ഷെ ഒരു പൊതുവിദ്യാലയമാകുമ്പോൾ, നമ്മുടെ എല്ലാവരുടെ നികുതി പണം എടുത്ത് ശമ്പളം കൊടുക്കുന്ന ഒരു വിദ്യാലയമാകുമ്പോൾ, അവിടെ ഇന്ത്യയിലുള്ള ഏത് ഒരു മതവിഭാഗത്തിലുള്ള ഒരാൾ വന്ന് അവിടെ പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞാലും അവന്റെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ ഹനിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ അവിടെ
അമ്പലവും പള്ളിയും അതേപോലെ നിസ്കാരപ്പള്ളിയും ഒക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല പറയുന്നത്. അതേപോലെ അത് പുറത്ത് ആരാധനാലയം കണ്ടെത്തി അവിടെ നിസ്കരിക്കേ അല്ലെങ്കിൽ ഗുരുദ്വാരയിൽ പോവോ എന്തോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവോ എന്തോ വെച്ചാൽ ചെയ്തോളും. അവനൊരു ഡ്രസ് കോഡ് ഉണ്ടാവും. അതായത് മറയ്ക്കേണ്ടത് മറയ്ക്കുക, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ള ഡ്രസ് കോഡ് ഓരോ മതത്തിനുണ്ട്. ആ മതത്തിലുള്ള അതിനെ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണം അവിടെ യൂണിഫോം എന്നാണ് പറഞ്ഞത്. ഇനി പാന്റും ഷർട്ടും, ചിലയിടത്ത് പാന്റും കോട്ടുമാണ്. പാന്റും കോട്ടും ഏത് മതത്തിനാ കുഴപ്പം? മുസ്ലിങ്ങളാവുമ്പോൾ മുസ്ലിം പെൺകുട്ടികളാണെങ്കിൽ അതിന്റെ കൂടെ ഒരു തട്ടം കൂടെ ഇടും, ഒരു ഷാൾ കൂടി ഇടും. ഹിന്ദു പെൺകുട്ടികൾ അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യൻ പെൺകുട്ടികൾ തോളത്തൂടെ ഷാൾ ഇടുന്നില്ലേ? ആ തോളത്തൂടെ ഇടുന്ന ഷാൾ അവിടുന്ന് തലയിൽ കൂടെ ഇടും. ഇത്രയേ ഉള്ളൂ. എന്താ പ്രശ്നം? അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ തലമുടി, മുസ്ലിം പെൺകുട്ടികൾ തലമുടി പുറത്ത് കാണിച്ച് തന്നെ നടക്കണം എന്ന വാശി, അതൊരു തരം വർഗീയ വിചാരമാണ്. ആ വിചാരത്തെ കൊണ്ട് ഈ പൊതുവിദ്യാലയത്തെ മലിനമാക്കേണ്ട, വിദ്യാഭ്യാസത്തെ മലിനമാക്കേണ്ട തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. കാരണം പൊതുവിദ്യാലയങ്ങളിൽ ഏത് മതസ്ഥരായാലും, ഇപ്പൊ കേരളത്തിൽ നാളെ ഒരു സിഖുകാരൻ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവന് തലക്കെട്ട് വേണ്ടേ? നമ്മുടെ ഈ രാജ്യത്ത് യൂണിഫോമിൽ ക്യാപ്പ്, എല്ലാവർക്കും ക്യാപ്പ് അനുവദിച്ചപ്പോൾ സിഖുകാർക്ക് അവരുടെ തലക്കെട്ട് തന്നെയാണ് യൂണിഫോം ആക്കി അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അത് പട്ടാളക്കാരനായാലും പോലീസുകാരനായാലും ആരായാലും അവരുടെ തലപ്പാവ് ആ യൂണിഫോമിന്റെ അതേ നിറത്തിൽ അനുവദിച്ചു. അവരുടെ യൂണിഫോം, പോലീസിന്റെ യൂണിഫോം എന്താണോ ആ യൂണിഫോമിലൂടെ തൊപ്പിയുടെ നിറം എന്താണോ ആ തൊപ്പിയുടെ നിറത്തിന്റെ അതേ നിറത്തിൽ അവരുടെ തലയെക്കെട്ടിനെ വെച്ചതോടുകൂടി അത് യൂണിഫോമായി മാറി. അതാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ തലമറയ്ക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെയും കുഴപ്പമാണ്. അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടിയെ തലമറയ്ക്കട്ടെ, അത് ആ യൂണിഫോമിലുള്ള ഏതെങ്കിലും ഒരു നിറം അനുവദിച്ചാൽ മതി. അത് വേണം, മതേതരമായിരിക്കണം. അതാണ് പൊതുവിദ്യാലയത്തിൽ വേണ്ടത്. ബാക്കി നിങ്ങൾ എയ്ഡഡ് സ്കൂളിൽ എന്ത് വെച്ചോ ആയിക്കോ, അവിടെ നിന്ന് നിങ്ങൾ നിയമം എഴുതി വെച്ചോ, എന്ത് നിയമമാണെങ്കിലും എഴുതി വെച്ചോ. അവിടെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും മതസ്ഥം കയറിപ്പോയിട്ട് നാളെ ഒരു സിക്കാരം വരുമ്പോൾ തലയെ കെട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയെ കെട്ടാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോണ്ടാന്നേ. അല്ലാതെ അവിടെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയെ കെട്ടാതെ പഠിക്കേണ്ടി വരും. അവിടെ ചിലപ്പോൾ പോകുമ്പോൾ തട്ടമിടാതെ അല്ലെങ്കിൽ ഹിജാബ് ഇടാതെ പഠിക്കാനേ അവിടെ പറ്റുള്ളൂ എന്ന് പറയണമെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടാവും, അങ്ങനെ പറ്റുള്ളൂ, അത് അംഗീകരിക്കേണ്ടി വരും. ഇനി അവിടെ ഒരു പക്ഷേ ഹിജാബ് ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് അങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടി വരും. കാരണം അത് അവരുടെ ഇഷ്ടത്തിന് അവർ നടത്തിയിട്ട് സ്കൂൾ, അവിടെ മറ്റ് അനാശാസ്യ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല, ക്രിമിനൽ പഠനങ്ങളോ ആക്ടിവിറ്റികളോ നടക്കുന്നില്ല എന്ന് സർക്കാർ ഒന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അവർക്ക് അവരുടെ പഠനങ്ങളും കാര്യമെല്ലാം നടത്താം. എത്ര മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ? അങ്ങനെ എത്ര മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്? അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇവിടെ ആർക്കും വലിയ പരാതിയില്ല. പക്ഷെ പൊതുവിദ്യാലയമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും, അവിടെ പഠിക്കുന്ന എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസ ആചാരങ്ങളെ ഹനിക്കുന്ന വിധത്തിലുള്ള ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതനുസരിച്ചുള്ള ഒരു യൂണിഫോം ആയിരിക്കണം അവിടെ ഇരിക്കേണ്ടത്. അഥവാ ആ യൂണിഫോമിൽ ഊന്നി ഓരോരുത്തർക്കും ചില്ലറ മാറ്റങ്ങൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിഖ് ആൺകുട്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവന്റെ തലയെക്കെട്ടിന് ആ യൂണിഫോമിൽ, അവിടുത്തെ സ്കൂൾ യൂണിഫോമിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിറമുണ്ടാവും. ഒരു മുസ്ലിം പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ തലയിലുള്ള മഫ്തയായാലും ഹിജാബ് ആയാലും ഇതിനും അതിൻ്റെതായ ഒരു നിറമുണ്ടാകും. ആ നിറം അതിന് പതിച്ചു കൊടുക്കും. ആ നിറമല്ലാതെ മറ്റൊരു നിറം കൊണ്ടുവരാൻ പാടില്ല. അത് യൂണിഫോമിന് വിരുദ്ധമായി വരും. അങ്ങനെ ചിന്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ത് വന്നാലും മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് കയറാമെന്നുള്ള ചിലരുടെ കുറച്ച് കൂടി വരുന്നുണ്ട്. അത് അവരുടെ മാനസിക രോഗമാണ്. ഇവിടെ അത്തരത്തിൽ ഉള്ള മാനസിക രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നുണ്ട്. ഒരുപാട് പേരുണ്ട് അത്തരത്തിലുള്ള മാനസിക രോഗികൾ. അന്ന് നമ്മൾ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ കാണാൻ പറ്റും. അത്തരത്തിലുള്ള മാനസിക രോഗികൾ കൂടി വരുന്നതിൽ ഇവിടെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി വരുന്നുണ്ട്. വളരെ പ്രയാസമുണ്ട്. നമ്മുടെ ദേശം നശിച്ചു പോകുന്നതിൽ വളരെയധികം ഖേദമുണ്ട്, വിഷമമുണ്ട്. അങ്ങനെ വിഷമിക്കുന്നവരിൽ ഈ ഞാനുമുണ്ട്. അത്രയേ ഉള്ളൂ. Different angles. Don't forget to subscribe and support this channel.